എല്ലാവർക്കും നെക്ക് പോയിന്റ് കേരള PSCയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എക്സാം എടുത്തിട്ടുണ്ട്. ജൂലൈ മന്ത് ലാസ്റ്റാണ് എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് അതിൽ വരുന്നത്. വേഗത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫില്ലർ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബ്രേസിങ്. നമുക്കറിയാം ഫില്ലർ മെറ്റീരിയൽ നമ്മൾ ബ്രേസിങ്ങിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അത് നമ്മൾ സ്പെൽറ്റർ എന്നാണ് പറയുന്നത്. അത് കോമൺലി ഇറ്റ് ഈസ് അതൊരു കോപ്പറും സിങ്കും കൂടി ചേർന്ന് ബ്രാസാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. 1 പാർട്ട് കോപ്പർ 1 പാർട്ട് സിങ്ക്, ബ്രാസാണ് യൂസ് ചെയ്യുന്നത് ഫില്ലർ മെറ്റീരിയലായിട്ട് ബ്രേസിങ്ങിൽ. ഫ്ലക്സ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ബൊറാക്സ് ആണ് പഠിച്ചിരുന്നു. സെക്കൻഡ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലക്സ് കോട്ടിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ആസ് ആൻ ആർക്ക് സ്റ്റെബിലൈസർ. ആർക്ക് സ്റ്റെബിലൈസറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊട്ടാസ്യം സിലിക്കേറ്റ്. ഫ്ലക്സ് കോട്ടിംഗ് മെറ്റീരിയൽ പൊട്ടാസ്യം സിലിക്കേറ്റ് ഉണ്ടെങ്കിൽ ആർക്ക് സ്റ്റെബിലൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്പാറ്റർ ഈസ് ഡ്യൂ ടു. സ്പാറ്റർ ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു കാരണമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അത് മെയിനായിട്ട് വരുന്നത് ഹൈ കറണ്ടാണ്, ഹൈ വെൽഡിങ് കറണ്ടാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൈ സൾഫർ കണ്ടൻറ്റ് ഇൻ വെൽഡ് ലീഡ്സ് ടു. സൾഫർ കണ്ടൻറ്റ് കൂടുതലായിട്ട് വെൽഡിലുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വെൽഡിന് സംഭവിക്കുന്നത് ക്രാക്കാണ് സംഭവിക്കുന്നത്. ഇൻ ആർക്ക് വെൽഡ് ദ കറണ്ട് വാല്യൂ ഡിസൈഡഡ് ബൈ. കറണ്ട് വാല്യൂ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ആണ്. തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മൾ കറണ്ട് വാല്യൂ മാറ്റിക്കൊണ്ടിരിക്കും. ഇൻ ആർക്ക് വെൽഡിങ് ദ ആർക്ക് ഈസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് ബൈ. എങ്ങനെയാണ് നമ്മൾ ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫ്ലോ ഓഫ് കറണ്ടാണ്. കറണ്ടിൻ്റെ വേരിയേഷൻസ്, ഫ്ലോ ഓഫ് കറണ്ടിലുണ്ടാകുന്ന വേരിയേഷൻസ് ആണ് ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ടിഗ് വെൽഡിങ് ഈസ് പ്രിഫേർഡ് ഫോർ. ടിഗ് വെൽഡിങ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് തിൻ മെറ്റീരിയൽസ് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നോർമലി നമ്മൾ അലൂമിനിയം വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടിഗ് വെൽഡിങ് യൂസ് ചെയ്യുന്നത്. തിൻ മെറ്റീരിയൽസിനാണ് നമ്മൾ ടിഗ് വെൽഡിങ് നോർമലി യൂസ് ചെയ്യുന്നത്. അണ്ടർ കട്ട് ഒക്കേഴ്സ് ഡ്യൂ ടു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അണ്ടർ കട്ട് ഒരു വെൽഡിങ് ഡിഫക്റ്റ് ആണ്. അതിന് കാരണം ഹൈ വെൽഡിങ് കറണ്ടാണ്, ഭയങ്കര കൂടുതലായിട്ടൊരു വെൽഡിങ് കറണ്ടാണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ഹാമർ ഫിറ്റ്സ് ഇൻ ടു ദ ഹാൻഡിൽ ഫോർ ഇറ്റ്സ് റിജിഡിറ്റി. ആൻസർ വെഡ്ജ് ആണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, പൂൾ ഓഫ് മോൾട്ടൺ മെറ്റൽ യൂസ്ഡ് ഇൻ. പൂൾ ഓഫ് മോൾട്ടൺ മെറ്റൽസ് നമ്മൾ ഒരുപാട് വെൽഡിങ് പ്രോസസ്, സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിങ്ങിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ലോങ് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ലോങ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് വോൾട്ടേജ് പോയിൻറ്റും ഡിപ്പെൻഡബിൾ ആണ്. ഹൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ലോങ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ലോ കറണ്ടും ആയിരിക്കണം. 12ാമത്തെ ക്വസ്റ്റ്യൻ, എർത്ത് ക്ലാംസ് ആർ മെയ്ഡ് ഓഫ്. എർത്ത് ക്ലാംസ് നമ്മൾ മെയ്ഡ് ചെയ്തിരിക്കുന്നത് കോപ്പർ അലോയ് ആണ്. മെയിനായിട്ട് കോപ്പർ അലോയ് ആണ്. അതിൻ്റെ കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അലോയ് ആണ് ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. ദെൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, കോപ്പർ ഈസ് വെൽഡഡ് യൂസിങ് വിച്ച് ഫ്ലെയിം. നമുക്കറിയാം കോപ്പർ ഒരു നോൺ ഫെറസ് മെറ്റലാണ്. പക്ഷേ എങ്കിൽ കൂടി കോപ്പർ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, പർജിങ് പ്രിവെൻറ്റ്സ് വെൽഡ് ഫ്രം. പർജിങ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എയറിനെ നമ്മൾ ആർഗൺ വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു? ഓക്സിഡേഷനിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യുന്നു. പറയാം ഓക്സിഡേഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളാണ്, വെൽഡ് ഡീക്കേ വരെ സംഭവിക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് യൂസ് ടു ഫൈൻഡ് ഔട്ട്. നമുക്കറിയാം ഗൈഡഡ് ബെൻഡ് ടെസ്റ്റ് നമ്മൾ ഡക്റ്റിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.
ഒരു മെറ്റീരിയൽ ഡക്റ്റൈൽ ആവുന്നത് എപ്പോഴാണ് 5% ഇലോങ്ങേഷനിൽ കൂടുതലോ കുറവോ അല്ലേ 5% ഇലോങ്ങേഷൻ ഉണ്ടായിരിക്കണം, കോൺട്രാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഡ് ചെയ്യണം. അത് അങ്ങനെ ആ 5% ഇലോങ്ങേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഡക്റ്റൈലാണെന്ന് പറയത്തുള്ളൂ. 16ാമത്തെ ക്വസ്റ്റ്യൻ, റൂട്ട് ക്യാപ്പ് ഈ സെറ്റ് ഫോർ. റൂട്ട് ക്യാപ്പ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത് ബിൽഡിങ്ങിൽ? അത് പെനിട്രേഷൻ്റെ എമൗണ്ട്, ഡെപ്ത് ഓഫ് പെനിട്രേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബെഞ്ച് വൈസ് ഈസ് ഓൾസോ നോൺ ആസ്. ബെഞ്ച് വൈസ് നമുക്ക് പാരലൽ ജോ വൈസ് എന്നും പറയാറുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗാമ റേസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ. ഗാമ റേസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഗാമ റേസ് നമ്മൾ നോൺ ടെസ്റ്റീവ് ടെസ്റ്റിങ്ങിൽ, റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിൽ ഗാമ റേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് 60 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇറിഡിയം എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്നുമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ കോസ് ഓഫ് പോറോസിറ്റി ഇൻ വെൽഡിങ്? നമുക്കറിയാം പോറോസിറ്റി ഉണ്ടാകുന്നതിന് മെയിൻ കാരണം ഗ്യാസ് എൻട്രാപ്മെൻ്റ് ആണ്. യൂസ് ഓഫ് മോയ്സ്ചർ ഇലക്ട്രോഡും ഒരു കാരണമാണ്. മോയ്സ്ചർ ഇലക്ട്രോഡും യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോറോസിറ്റി ഇൻ വെൽഡിങ് വരാം. ഗ്യാസ് എൻട്രാപ്മെൻറ്റ് മാത്രമല്ല, മോയ്സ്ചർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുക, ഡാംപ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത് മൂലം. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്യാസ് യൂസ്ഡ് ഫോർ ഡീപ്പ് വൈഡ് പെനിട്രേഷൻ. നല്ല കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണത്. അപ്പോൾ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിങ്ങിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഓക്സിജൻ ഗ്യാസ് ഈസ് ജനറേറ്റഡ് ഫ്രം 1 ലിറ്റർ ഓഫ് ലിക്വിഡ് ഓക്സിജൻ? 1 ലിറ്റർ ലിക്വിഡ് ഓക്സിജനിന് എത്ര ഗ്യാസ്? നമുക്കറിയാം 860 ലിറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സ്പീഡ് ഓഫ് ഹാർഡ് ഫ്ലെയിം. ഹാർഡ് ആയിട്ടുള്ള ഒരു ഫ്ലെയിമിൻ്റെ സ്പീഡ് എത്രയാണ്? എല്ലാവരും ഓർത്തിരുന്നോളൂ. കാണാപ്പാടം തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ബൈഹേർട്ട് ചെയ്യുക. കാരണം അത് നമ്മൾക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. 415 to 662 മീറ്റർ/സെക്കൻഡ് ആണ് ഹാർഡ് ഫ്ലെയിമിൻ്റെ സ്പീഡ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് സോഫ്റ്റ് ഫ്ലെയിം. സോഫ്റ്റ് ഫ്ലെയിം നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് 10 to 15 ആണ്. അപ്പോൾ നമുക്കറിയാം ഹാർഡായിട്ടുള്ള ഫ്ലെയിമിന് സ്പീഡ് കൂടുതലും സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിമിന് സ്പീഡ് കുറവുമാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ പർപ്പസ് ഓഫ് റൺ ഓൺ ആൻഡ് റൺ ഓഫ് പ്ലേറ്റ്സ്. റൺ ഓൺ ആൻഡ് റൺ ഓഫ് പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർക്ക് ബ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. DC വെൽഡിങ്ങിനുണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് ആർക്ക് ബ്ലോ. ആർക്ക് ബ്ലോ ഉണ്ടെങ്കിൽ സ്പാറ്ററിസ് കൂടുതലായിരിക്കും. ആർക്ക് ബ്ലോ കൺട്രോൾ ചെയ്യുന്നതിനാണ് റൺ ആൻഡ് റൺ ഓഫ് പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ ലോഡ് ടേക്കൺ ബൈ എ ട്രാൻസ്ഫോമർ ഈസ് ഹൈലി ഇൻഡക്റ്റീവാണ്. ഇൻഡക്റ്റീവ്, ഒരു സി വിട്ടു പോയിട്ടുണ്ട്, ഇൻഡ്യൂറ്റീവ് എന്നാണ് എഴുതിയിരുന്നത്, ഇൻഡക്റ്റീവ് എന്നാണ്. 26th ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജ് ഓഫ് സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ്. നമുക്കറിയാം സബ്മർജ്ഡ് ആർക്ക് വെൽഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ആൻഡ് ഹോറിസോണ്ടൽ പൊസിഷനിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോംലി ഫിനിഷ്ഡ് വെൽഡാണ്. നമുക്കൊരു യൂണിഫോംലി ഫിനിഷ്ഡ് വെൽഡ് ഫോം ചെയ്യാൻ പറ്റും. 27ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി വെൽഡിങ് ഓഫ് ദി ഡിഫക്റ്റ് ഒക്കേഴ്സ് വൈൽ യൂസിങ് ലോ ആർക്ക് വോൾട്ടേജ് ഇൻ MIG or MIG വെൽഡിംഗ് പ്രോസസ്. 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വെൽഡ് ഓവർലാപ്പാണ്. ലോ ആർക്ക് വോൾട്ടേജ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന വെൽഡിംഗ് ഡിഫക്റ്റ് വെൽഡ് ഓവർലാപ്പ്. അതായത് വെൽഡിൻ്റെ മുകളിൽ കുറച്ചൊരു ലെയർ പോലെ കാണാം, അതാണ് വെൽഡ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, കപ്പാസിറ്റി ഓഫ് പ്ലാസ്മ ആർക്ക് വെൽഡിങ്. കപ്പാസിറ്റി ഓഫ് പ്ലാസ്മ ആർക്ക് വെൽഡിങ് എത്രയാണ്? അപ് ടു 500 ആംപിയർ വരെ പോവും. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്യാസ് യൂസ്ഡ് ഫോർ വെൽഡിങ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീലിനെ നമുക്ക് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ഫില്ലറ്റ് വെൽഡ് ഷുഡ് ബി ഡാഷ് ദാറ്റ് ഓഫ് ദി തിക്നെസ് ഓഫ് ദി മെറ്റൽ പ്ലേറ്റ്. നമുക്കറിയാം അത് 3/4 ആണ്. 31st ക്വസ്റ്റ്യൻ, റേഡിയോഗ്രാഫിക് ക്വാളിറ്റി ഓഫ് ഇലക്ട്രോഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ സിമ്പൽ ഓർ ദ ലെറ്റർ. X ആണ്, ക്യാപിറ്റൽ X. 32, ഓയിൽ സബ്സ്റ്റൻസ് ആർ റിമൂവ്ഡ് ഫ്രം ദ വെൽഡ് ബൈ. നമുക്കറിയാം ഓയിൽ സബ്സ്റ്റൻസ് ഒക്കെ വെൽഡിൻ്റെ സർഫസിലുണ്ടെങ്കിൽ ഷോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെൽഡിൻ്റെ ക്വാളിറ്റി വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ കുറയും.
ഇതൊക്കെ നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടത് കാർബൺ അല്ലേ, ടെട്രാ ക്ലോറൈഡ്, അതുപോലെ തന്നെ അസറ്റോണും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോഡ് വിച്ച് ഡെപ്പോസിറ്റ് മോർ എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റൽ പെർ യൂണിറ്റ് ടൈം ഈസ് കോൾഡ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ എമൗണ്ട് ഓഫ് വെൽഡ് മെറ്റൽ അയൺ പൗഡർ ഇലക്ട്രോഡാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 34ാമത്തെ ക്വസ്റ്റ്യൻ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ടിന്ന്. ടിന്നിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് വളരെ കുറവാണ്, 237 ഡിഗ്രി, 230 സംതിങ് ആണ്. ഇൻ GMAW E70S2, 2 സ്റ്റാൻഡ്സ് ഫോർ, 2 എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദി ഇലക്ട്രോഡ് വയർ. 36th question, how to avoid burning fast of tungsten in TIG welding process by DCEP. നമുക്കറിയാം ഈ ടങ്സ്റ്റൻ ഇലക്ട്രോഡ് ബേൺ ചെയ്ത് പോകുന്നത് ഫാസ്റ്റായിട്ട് ബേണിങ് ഉണ്ടാവാനുള്ള ചാൻസ് DC വിത്ത് ഇലക്ട്രോഡ് റിവേഴ്സ് പൊളാരിറ്റി. ഇലക്ട്രോഡ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പൊളാരിറ്റിയാണ്. ഇലക്ട്രോഡ് പോസിറ്റീവ് ആണെങ്കിൽ 2/3 ഓഫ് ദ ഫീറ്റ് പോസിറ്റീവ് സൈഡിലുണ്ടാവും, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. 1/3 ആയിരിക്കും നെഗറ്റീവ് സൈഡിലുണ്ടാവുക. 37th question, പൈപ്പ് ഇൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് പൊസിഷൻ ഈസ് നോൺ ആസ്. നമുക്ക് ഒരുപാട് വെൽഡിങ് പൊസിഷൻ ഉണ്ട്, അത് 6G പൊസിഷനാണ്. 38th question, വാട്ട് ഈസ് PQR? പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ അല്ലേ, റെക്കോർഡ്. അതിനെയാണ് നമ്മൾ PQR എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഗ്രൂപ്പിംഗ് P കോഡ് ഫോർ ദ വെൽഡിംഗ് കവേർഡ് അണ്ടർ കോപ്പർ ആൻഡ് കോപ്പർ ബേസ് അലോയ്? അത് P31 to 35 ആണ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് റൂട്ട് ഫേസസ് ഇൻ ദ വെൽഡ് ജോയിൻറ്റ് ഈസ് ടു അവോയ്ഡ്? നമുക്കറിയാം റൂട്ട് ഫേസസ് നമ്മൾ കൊടുത്തു കഴിയുക, റൂട്ട് ഗ്യാപ്പ് അല്ല, റൂട്ട് ഗ്യാപ്പ് ആണെങ്കിൽ പെൻട്രേഷൻ ആണ്. റൂട്ട് ഫേസസ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണത്, അത് കൊടുക്കുന്നത് ഷാർപ്പ് എഡ്ജസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ 40 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 40 ക്വസ്റ്റ്യനിൽ ഒരു 15-10 ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് ഷുവറായിട്ടും എക്സാം പേപ്പറിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം അതേ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് മാക്സിമം ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന വെൽഡർ എന്ന് പറയുന്ന എക്സാം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന മെക്കാനിക്കലിൻ്റെ എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഈ ഗ്രൂപ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഇത് നമ്മൾ അത്രയ്ക്കും ഇത് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ പോലും ചിലപ്പോൾ തെറ്റുകൾ വരാം. പക്ഷേ തെറ്റുകളുണ്ടെങ്കിൽ അത് പറയുക, കറക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോസിൽ നമ്മളത് കറക്റ്റ് ചെയ്യും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നമ്മുടെ 40 ക്വസ്റ്റ്യനുകൾ ഉടൻ തന്നെ നമുക്ക് അത് ഈ മെക് പോയിൻറ്റ് കേരള PC എന്ന് പറയുന്ന ഈ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി വരും ദിവസങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.